നമസ്കാരം. 2026 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ ആദായനികുതി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത്. 1961 പഴയ നിയമത്തിനു പകരം ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. സാധാരണക്കാരും ശമ്പളക്കാരുമായ നികുതിദായകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 65 വർഷം പഴക്കമുള്ള 1961 നിയമം മാറി ഇനി മുതൽ പുതിയ നിയമമായിരിക്കും ടാക്സ് കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇതിനൊപ്പം ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ എന്നീ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി ടാക്സ് ഇയർ എന്ന ഒറ്റ സംവിധാനത്തിലേക്ക് നമ്മൾ മാറുകയാണ്. പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഈ വർഷം. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് റീബേറ്റ് വഴി നികുതി നൽകേണ്ടി വരില്ല. ശമ്പളക്കാർക്ക് 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കൂട്ടുമ്പോൾ ഏകദേശം 12.75 ലക്ഷം രൂപ വരെ നികുതിരഹിതമാകും. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് ഒരു സന്തോഷവാർത്ത. ഇത്രയും കാലം മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ എന്നിവ മാത്രമായിരുന്നു മെട്രോ നഗരങ്ങൾ. എന്നാൽ ഇപ്പോൾ ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളെയും മെട്രോ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് 50% HR-ലെ ആനുകൂല്യം ലഭിക്കും. ശമ്പള ആനുകൂല്യങ്ങളിൽ വർധനവ്. ശമ്പളക്കാർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളിലും വലിയ മാറ്റമുണ്ട്. മീൽ കാർഡ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് നികുതിയില്ലാത്ത പരിധി 50 രൂപയിൽ നിന്ന് 200 രൂപയായി വർദ്ധിപ്പിച്ചു. കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ഗിഫ്റ്റുകളുടെ പരിധി 5,000 രൂപയിൽ നിന്ന് 15,000 രൂപയായി ഉയർത്തി. കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസ് പ്രതിമാസം 3,000 രൂപയായും ഹോസ്റ്റൽ അലവൻസ് 9,000 രൂപയായും വർദ്ധിപ്പിച്ചു. പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ഫോം 16 പകരം ഇനി ഫോം 130 ആയിരിക്കും ഉപയോഗിക്കുക. കൂടാതെ പാൻ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ ആധാർ മാത്രം മതിയാവില്ല, പുതിയ നിബന്ധനകൾ കൂടി പാലിക്കേണ്ടതുണ്ട്. ഓഹരി വിപണിയിലെ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കമ്പനികൾ ഓഹരികൾ തിരികെ വാങ്ങുമ്പോൾ, അതായത് ബൈബാക്ക്, അത് ഇനി മുതൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് കീഴിൽ വരും. അതുപോലെ ഇന്ത്യയിലെ ബാങ്കിംഗ് നിയമങ്ങളിൽ RBI കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പണമിടപാടുകളെ ബാധിക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് ഇനി ഡബിൾ ലോക്ക് അഥവാ 2FA. UPI, ഗൂഗിൾ പേ, ഫോൺ പേ ഉപയോഗിക്കുന്നവർക്ക് ഇനി സുരക്ഷ കൂടും. വെറും UPI പിൻ മാത്രമടിച്ചാൽ ഇനി പണമയക്കാൻ കഴിഞ്ഞെന്നു വരില്ല. RBIയുടെ പുതിയ നിയമപ്രകാരം 2 ഫാക്ടർ ഓതന്റിക്കേഷൻ അഥവാ 2FA നിർബന്ധമാക്കി. അതായത് പിൻ നമ്പറിന് പുറമെ OTP അല്ലെങ്കിൽ വിരലടയാളം പോലുള്ള രണ്ടാമതൊരു സുരക്ഷാ പരിശോധന കൂടി ഇനി മുതൽ ഉണ്ടായേക്കാം. 2. ലോൺ മുൻകൂട്ടി അടച്ചു തീർക്കുന്നവർക്ക് ആശ്വാസം. വീട്, കാർ അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ ഫ്ലോട്ടിംഗ് പലിശ നിരക്കിലെടുത്തവർക്ക് ഇനി മുതൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ ബാങ്കുകൾക്ക് പിഴ അഥവാ പ്രീപേയ്മെന്റ് പെനാൽറ്റി ഈടാക്കാൻ കഴിയില്ല. മുൻപ് ബാങ്കുകൾ 2 മുതൽ 4% വരെ പിഴ വാങ്ങിയിരുന്നു. ഏപ്രിൽ 1 മുതൽ ഈ അധിക ബാധ്യത ഒഴിവാക്കി RBI ഉത്തരവിട്ടു. 3. ATM ചാർജുകളിൽ പുതിയ രീതി. നിങ്ങൾ ATM-ൽ നിന്ന് കാർഡില്ലാതെ UPI വഴി പണം പിൻവലിക്കുന്നവരാണോ? എങ്കിൽ ശ്രദ്ധിക്കുക. HDFC പോലുള്ള പ്രമുഖ ബാങ്കുകൾ ഇപ്പോൾ UPI ATM പിൻവലിക്കലുകളെയും സാധാരണ ATM ലിമിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും 23 രൂപയും ടാക്സും ചാർജായി നൽകേണ്ടിവരും. 4. ഡെബിറ്റ് കാർഡ് ലിമിറ്റിലെ മാറ്റങ്ങൾ. PNB ഉൾപ്പെടെയുള്ള ചില ബാങ്കുകൾ ഡെബിറ്റ് കാർഡുകൾ വഴിയുള്ള ദിവസേനയുള്ള പണം പിൻവലിക്കൽ പരിധി കുറച്ചിട്ടുണ്ട്. ചില കാർഡുകൾക്ക് 1 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ 50,000 രൂപയാക്കി ചുരുക്കി. നിങ്ങളുടെ ബാങ്ക് കാർഡിന്റെ പുതിയ ലിമിറ്റ് എത്രയാണെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 5. റുപേ കാർഡ് ആനുകൂല്യങ്ങൾ. റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വിമാനത്താവളങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും ലൗഞ്ച് സൗകര്യം ലഭിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. NPCI പുറത്തിറക്കിയ പുതിയ സർക്കുലർ പ്രകാരം ഈ ആനുകൂല്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. സ്വർണ്ണ പണയത്തിന്റെ കാര്യത്തിലും RBI പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 75% വരെ മാത്രമേ വായ്പ ലഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് വായ്പാ തുകയ്ക്കനുസരിച്ച് മാറും. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സ്വർണ്ണവിലയുടെ 85% വരെ വായ്പ ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ സ്വർണ്ണവിലയുടെ 80% വരെ. 5 ലക്ഷത്തിനു മുകളിലുള്ള വായ്പകൾക്ക് സ്വർണ്ണവിലയുടെ 75% വരെ. ചെറുവായ്പകൾക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി വേണ്ട.
2.5 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണപ്പണയ വായ്പകൾക്ക് ഇടപാടുകാരന്റെ വരുമാന സർട്ടിഫിക്കറ്റോ ക്രെഡിറ്റ് സ്കോറോ പരിശോധിക്കേണ്ടതില്ല. ഇത് സാധാരണക്കാർക്കും കർഷകർക്കും വേഗത്തിൽ വായ്പ ലഭ്യമാക്കാൻ സഹായിക്കും. പണയം തിരിച്ചടയ്ക്കുന്നതിലെ വേഗത. വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞാൽ 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പണയം വെച്ച സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം പ്രതിദിനം 5000 രൂപ വീതം ഇടപാടുകാരന് നഷ്ടപരിഹാരം നൽകേണ്ടിവരും. പണയം പുതുക്കുന്നതിനുള്ള നിബന്ധന. സ്വർണ്ണപ്പണയം പുതുക്കണമെങ്കിൽ നിലവിലുള്ള വായ്പയിലെ കുടിശ്ശിക ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പൂർണ്ണമായും അടച്ചു തീർക്കണം. കുടിശ്ശികയുള്ള വായ്പകൾ പഴയതുപോലെ എളുപ്പത്തിൽ പുതുക്കാൻ സാധിക്കില്ല. തൂക്കത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ. വായ്പയ്ക്കായി പണയം വയ്ക്കാവുന്ന സ്വർണത്തിന്റെ അളവിലും പുതിയ നിർദ്ദേശങ്ങളുണ്ട്. പരമാവധി 1 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ വായ്പയ്ക്കായി പണയം വയ്ക്കാൻ അനുവാദമുള്ളൂ. സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ പരമാവധി 50 ഗ്രാം വരെ മാത്രമേ അനുവദിക്കൂ. സുതാര്യമായ ലേലം. തിരിച്ചടവ് മുടങ്ങുന്ന പക്ഷം സ്വർണം ലേലം ചെയ്യുന്നതിനു മുൻപ് കൃത്യമായ മുൻകൂർ അറിയിപ്പ് നൽകണം. ലേലം കഴിഞ്ഞ് ലഭിക്കുന്ന തുകയിൽ വായ്പ കഴിഞ്ഞ് ബാക്കിയുള്ള തുക അഥവാ സർപ്ലസ് കൃത്യസമയത്ത് ഇടപാടുകാരന് തിരികെ നൽകുകയും വേണം.